ഇതെന്തുവാ ശരിക്കും ഗൈസ്, ഇതെന്തുവാ ശരിക്കും ഇതിന്റെ അവസ്ഥ? അതായത് ഈ സ്റ്റീഫൻ ഫെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ പല ഭയങ്കര വലിയ നേതാക്കന്മാരും പണക്കാരും എല്ലാം കാണിക്കുന്ന ഒരു സംഭവം സ്റ്റീഫൻ ഫെൽസ് എന്ന് പറഞ്ഞ് ഈ കാണിക്കുന്നത്. അതായത് ഈ കൊച്ചു പിള്ളേരെ ഇങ്ങനൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം എന്താണ്? അതും അവർക്കൊന്ന് കരയണോ ചിരിക്കണോ എന്നറിയാൻ വയ്യാത്ത പ്രായത്തിലാണ്. എടാ ശരിക്കും പറഞ്ഞ ഇതൊന്നും അല്ല കഴിവ്. ഞാൻ പറഞ്ഞിട്ടില്ല, മിയാ ഖലീഫ ആ ടീംസിനെ കരയിപ്പിക്കുന്നതാണ് ഒരു യഥാർത്ഥ ആണിന്റെ ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെയാണെന്നല്ല പറയുന്നത്. എങ്കിലും ഞാൻ പറയുന്നത് എന്താണ് ഇങ്ങനൊക്കെ അവർ കാണിക്കുന്നത്? അതായത് സ്റ്റീഫൻ ഹോക്കിങ്സ് ഒക്കെ അവന് അവൻ എന്ത് ചെയ്യാൻ അവിടെ പോയിട്ടെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ഒരു പ്രത്യേകതരം ഒരു ബുദ്ധിമുട്ടല്ല, വൈകല്യം എന്നേ ഞാൻ വിശ്വസിക്കൂ. അതുപോലെ തന്നെ ലോകത്തെ പല നേതാക്കന്മാരും, അങ്ങേയറ്റം നേതാക്കന്മാരും പല പണക്കാരും, ഈ പണവും ഒരു അധികാരം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റുമെന്നല്ല അവരവിടെ കാണിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റീഫൻ എന്തോ ആ ഫയൽസിനെ കുറിച്ച് വലുതായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ ഞാൻ ചെറുതായിട്ട് അറിഞ്ഞറിഞ്ഞു വരുന്നതേ ഉള്ളൂ. കേട്ടിട്ട് തന്നെ ആ കുട്ടി കരയുന്നുണ്ടോ? ഈ വീഡിയോക്കകത്ത് കാണുന്ന ആ കുട്ടി തന്നെ പേടിച്ച് കരയുന്നുണ്ടോ? ഈ ട്രംപും അവരും ഇവരൊക്കെ എന്തുപാടെ ഈ കാണിക്കുന്നത്? അത് ഇങ്ങനെ വൈകല്യം കാണിച്ചിട്ടാണോ? ഇതവരുടെ പ്രശ്നം തീർക്കുവാണോ അതോ എന്താണെന്ന?